ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് വെണ്ണ ഒഴിച്ചു. പനെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കടുക്, വലിയ ജീരകം, ആവശ്യത്തിന് ഉലുവ, പിന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം 2 ഉള്ളി, വലിയ ഉള്ളിയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് നല്ല പോലെ വഴുന്നതിന് ശേഷം 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനെ നല്ല പോലെ വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പുമാവ്. 3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൊടി പൊടിയായി അരിഞ്ഞതാണ്. അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, പുളിമൊഞ്ച്, ചിക്കൻ പുളിമൊഞ്ചാണ് കേട്ടോ, സുർക്ക, സോയാ സോസ്, ഇതൊക്കെ ഒഴിച്ചിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കുക. അങ്ങനെ ഇതാ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ 4 മുട്ട വേവിച്ച് പൊടിയായി കട്ട് ചെയ്തതാണ്, അതും ഇട്ട് നല്ല പോലെ മറിച്ച്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് 2, 3 ഇടാം, പിന്നെ ഒന്നുള്ളത് കൊണ്ട് ഒന്ന് ഇട്ട് കൊടുത്തതാണ്. ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എത്ര പൊടി ഇടുന്നോ റവ ഇടുന്നോ അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. വറുക്കാത്തയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വറുത്തതാണെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അവസാനം ആവശ്യത്തിന് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.